ലേഡി നിൽക്കുന്നത് എവിടെയാണ്? അപ്പോൾ ഇത് കഴിഞ്ഞ് എന്താണ് അതിൻ്റെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള അക്ഷമയോടുള്ള കാത്തിരിപ്പിലാണ് ഭക്തർ, അല്ലേ ലേഡിയ? ഹാഷ്മി, തീർച്ചയായും ഈ കഴിഞ്ഞ് 2:15 പൊങ്കാല നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. അതാ എനിക്ക് പിന്നിൽ നോക്കത്താ ദൂരം പരന്നു കിടക്കുന്നത് ഈ അടുപ്പുകളാണ്. ഓരോ അടുപ്പിലും പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്, ദേവിക്കായിട്ടുള്ള പൊങ്കാല അർപ്പിച്ചിട്ടുണ്ട്. അവർ അമ്മമാരും നമ്മുടെ ചേച്ചിമാരും ഒക്കെ ഈ പൊങ്കാല അർപ്പിച്ച ശേഷം ഈ വെയിൽ കൊള്ളാതിരിക്കാൻ മാറിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ അടുപ്പുകളും മൺകലങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊക്കെ ഒന്ന് മൂടി വെച്ച് ഈ വലിയ വെയിലിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഈ ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഈ വഴിയോരം ചേർന്ന് ചില കടകളുടെയൊക്കെ തിണ്ണയൊക്കെ ചേർന്ന് ഇരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തിരക്ക് കഴിഞ്ഞ വർഷത്തെയൊക്കെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തുന്നു. അത് ജാതി മതഭേദമന്യേ ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആറ്റുകാലമ്മയുടെ സന്നിധിയിൽ എത്തുന്നവർ അത് ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട ആളുകളല്ല, ഏതെങ്കിലും ഒരു സമുദായത്തിലോ ജാതിയിലോ പെട്ട ആളുകളല്ല. എല്ലാ തരത്തിലുമുള്ള ആളുകൾ, എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ അമ്മയെ കാണാനായി, അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കാനായി എത്തുന്നു എന്നുള്ളതാണ്. വലിയ വിശ്വാസമാണ് ആളുകൾക്ക്. പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കും, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യവും സാധിച്ചു തരുന്ന വിളിച്ചാൽ വിളിപ്പുറത്തുള്ള അമ്മയാണ് എന്നുള്ളതാണ് ആളുകളുടെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിലാണ് കഴിഞ്ഞ ആഴ്ച മുതൽ തന്നെ ഇങ്ങോട്ടേക്ക് ആളുകൾ ഒഴുകിയെത്തി. ഇന്നലെയും ഒക്കെയായി ഇവിടെ തമ്പടിച്ച് ആളുകൾ കിടന്ന് വഴിയരികിലൊക്കെ കിടന്ന് കടത്തിണ്ണകളിലൊക്കെ കിടന്നുകൊണ്ടാണ് ആളുകൾ പൊങ്കാല അർപ്പിക്കാനായി ഇങ്ങനെ ഇത്രയും നേരം കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയധികം ത്യാഗം സഹിച്ച ഈ രാവിലെ മുതൽ ഈ പൊള്ളുന്ന വെയിലിൽ അത്രയധികം ത്യാഗം സഹിച്ചു തന്നെയാണ്. വലിയ ചൂടാണ്, വലിയ ചൂട്. എല്ലാ തവണയും അങ്ങനെ, പക്ഷേ ചൂട് കുറച്ച് കൂടുതലാണ് തോന്നുന്നു. വർഷം കഴിയുന്നതും ചൂടും കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ചൂടിനിടയിൽ പൊങ്കാല തീയുടെ ചൂടൊക്കെ ആകുമ്പോഴേക്കും ഒരു പ്രത്യേക അവസ്ഥയാണെങ്കിൽ കൂടിയും അതൊന്നും ഭക്തരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതല്ല. ഉറപ്പായും ഇക്കുറി വന്നവരൊക്കെയും അടുത്ത വർഷം വരും എന്ന് പ്രതിജ്ഞയെടുത്തിട്ടാണ് പോകുന്നത്. വരികയും ചെയ്യും, പുതിയ ആളുകൾ കൂടി വരും. അങ്ങനെ പൊങ്കാല അവിടെ ഏരിയ കൂടി ഇങ്ങനെ വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.